വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ആക്ച്വലി ഇപ്പം മണി ഒരു 8:30 ആയിട്ടുണ്ട്. നല്ല മഴയുണ്ട്. അപ്പം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കുടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് രാത്രിത്തേക്കുള്ള ഫുഡ് ലൈക്ക് ചോറിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി കറിയൊക്കെ റെഡിയാക്കി എടുക്കണം. സോ അത് ചെയ്യാനുണ്ട്. ആൻഡ് നാളത്തേക്കുള്ള കറിക്കുള്ള പ്രിപ്പറേഷൻസ് കൂടെ നമുക്ക് ചെയ്യണം. ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മുളകൊക്കെ പുരട്ടി, അമ്മ വന്നപ്പോൾ അമ്മ അതെല്ലാം വെട്ടി വെച്ചു. ഇനി നമുക്കതൊക്കെ മുളകൊക്കെ പുരട്ടി അരപ്പൊക്കെ പുരട്ടി ഒന്നെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നാളെ വറക്കാൻ പറ്റും. ആൻഡ് നമ്മളിപ്പം ചിക്കനാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്, ഐ മീൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. അരപ്പ് തേക്കാനായിട്ട് മസാല പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പാണ്. ഉപ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ട് കഴിച്ചു. അതിൻ്റെ ഉള്ളിലായിട്ടായിപ്പോയി, ഐ മീൻ അടിയിലായിപ്പോയി ഞാനത് ഇട്ടപ്പം. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. എന്നോടും കൂടെ പറ. ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കുഴക്കുന്നത് കേട്ടോ, ഐ മീൻ കുഴക്കുന്നത്. സോ നമ്മളിത് അരപ്പ് കുഴക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആയിട്ട് ഇടാം കേട്ടോ, വേപ്പിലയൊക്കെ ചേർക്കാം. ഞാനിപ്പം ഉടായിപ്പായത് കാരണം അതൊന്നും ചേർക്കില്ല. ചാള നല്ല മുട്ടയൊക്കെയുള്ള ചാളയാണ് കേട്ടോ. ഇത് അമ്മ വന്നപ്പോൾ വെട്ടി വെച്ചിരുന്നതാണ്. എനിക്ക് മീൻ വെട്ടാൻ അറിയില്ല. മീൻ എനിക്ക് വെട്ടാൻ അറിയില്ലെങ്കിലും മീൻ വരയാനറിയാം. അയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കത്രിക വെച്ചൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കി എടുക്കും. ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല. പാവം മീൻ ഗർഭിണിയായിരുന്നു, അവരപ്പോഴേക്കും അതിനെ പിടിച്ചുകൊണ്ട് വന്നു. എടുക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ചാള ഇതുപോലെ നല്ല പോലെ അറപ്പ് തേക്കണം. നല്ല അടിപൊളി ചാള വറുത്തത് കിട്ടുള്ളൂ. ഇനി നമ്മളിത് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കണം. നാളത്തേക്ക് എടുക്കാം. സോ നമ്മള് ചിക്കൻ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടുന്നൊക്കെ പല ആൾക്കാരും ചാടി വരും. ഞങ്ങളെല്ലാവരും കോഴികളായതുകൊണ്ട് പ്രത്യേകിച്ച് കോഴികളായതുകൊണ്ട് കോഴി ചിക്കൻ ലവേഴ്സ് അല്ല, വേറെ ഒന്നും വേണ്ടാത്തത് കൊണ്ടും വേറെ കറികളൊന്നും തിന്നില്ലാത്തത് കൊണ്ടും കോഴികളായതുകൊണ്ടും. നമ്മളപ്പം കൂർക്കയായിരുന്നു ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കൂർക്ക മെഴുക്ക് പുരട്ടിയും ക്യാബേജ് തോരനുമായിരുന്നു. അപ്പം നമ്മൾ ബാക്കിയുള്ള ലെഫ്റ്റ് ഓവേഴ്സ് നമ്മൾ ചൂടാക്കുകയാണ്. ക്യാബേജും എടുത്ത് ചൂടാക്കാൻ വെക്കണം. ചോറും ചൂടാക്കണം. മഴക്കാലം എല്ലാവരും എല്ലാം ചൂടാക്കി തിന്നണം. നമ്മൾ ക്യാബേജും ചൂടാക്കാൻ പോവാണ് തോരൻ. അപ്പം ഞാൻ അതിലേക്ക് ഒരു ഇച്ചിരി എണ്ണ ഒന്ന് ഒഴിക്കുന്നുണ്ട്. ക്യാബേജ് തോരൻ ഫ്രിഡ്ജിലിരുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയും കൂടി ചേർത്തിട്ട് ചൂടാക്കാൻ പറ്റില്ല. അത്തം പറഞ്ഞാൽ കേട്ടില്ലേ? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തൊക്കെയോ ചെയ്യാറ്. അമ്മ ഉണ്ടാക്കി വെക്കുന്ന കറി നല്ല വിദഗ്ധമായി ഞാൻ രാത്രി ഇങ്ങനെ ചൂടാക്കും. എന്നിട്ട് നമ്മൾ തിന്നും. പാപ്പൻ തിന്നാൻ നമ്മൾ തന്നെ കുക്ക് ചെയ്യണമെന്നില്ലത്. ആർക്കും വേണമെങ്കിലും ഉണ്ടാവും. ചൂടാക്കി ചട്ടിയിലേക്ക് പറഞ്ഞ കമ്പിറ്റ് ക്യാമറ. നമ്മളിപ്പം കിച്ചൺ വറുക്കാനുള്ളതും നമ്മളിപ്പം ചിക്കൻ വറുക്കാനുള്ളതും ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇപ്പം ഇച്ചായന് രാത്രി ചൂട് ചോറ് വേണം. ചോറ് ഉണ്ടായിരുന്നത് നമ്മൾ ചൂടാക്കുകയാണ്. മൊത്തം വെള്ളിയാണ്. എനിക്ക് വിശക്കണോണ്ടാന്ന് മഴയ്ക്കുള്ള. ഗൈസ്, നിങ്ങളുടെ യൂട്യൂബറിന് വട്ടായി ഗൈസ്. അതെവിടെന്നാ ശരീരി ശശിക്കുട്ട ഇതാണ് പഠിക്കുവാന്ന് പറഞ്ഞ് ഉടായിപ്പ് കാണിക്കുന്ന അനിയത്തി. അങ്ങനെയല്ല,
പഠിത്തത്തിന്റെ ആത്മാർത്ഥത മൂലം ഞങ്ങളെയും കാണണം, പഠിക്കാൻ വേണമെന്ന് വിചാരിച്ചുകൊണ്ട് അടുക്കളയിൽ വന്നിരിക്കുന്ന ഞങ്ങളുടെ അലുവട. എന്നിട്ട് എന്റെ ഫോൺ എടുത്തോണ്ട് പോകും. ഇതാണ് ഗൈസ് നിങ്ങൾ കാത്തിരുന്ന മേരിയ ലോണാസ് ഏരിയ. ആരും പഠിക്കണ്ട, എല്ലാവർക്കും കൊളസ്ട്രോൾ വരും. പുറത്ത് തന്നെ തിന്നു. പിള്ളേർക്ക് കൈ പൊട്ടിത്തെറിക്കും, കാലി പൊട്ടിത്തെറിക്കും, പൊട്ടിത്തെറിയോടെ പൊട്ടിക്കും. ചിക്കനാണോ ബോംബ? അതെ അതെ അതെ. അനിയത്തി ഒന്ന് ഇങ്ങനെ ചെയ്യും, എന്നിട്ട് നല്ല ഭക്ഷണമൊക്കെ അനിയത്തി പഠിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ടാഗ് ചെയ്യും. എന്നെ പോലെ അല്ലേ ഉണ്ട് എല്ലാ കുടുംബത്തിലും. എന്നെ പോലെ അല്ലേ ഇതേപോലത്തെ ഒരു ചേട്ടൻ. എന്റെ പേടിയാണ്. അവസാനം എനിക്കൊന്നും കിട്ടാറില്ല. ഇങ്ങനെ നിറയെ കാണണം. ബ്യൂട്ടിഫുൾ ചിക്കൻ. ചിക്കൻ്റെ ഒരു കളറാണ് നിങ്ങൾ കാണുന്നത്, പക്ഷെ ഞങ്ങൾ കാണുന്നത് ഓറഞ്ച് കളർ. ഫിൽറ്റർ ഉള്ളത് കൊണ്ടാണ് മഞ്ഞക്കളർ. മറ്റേ ഷോർട്സിനുള്ളത്. എന്തിന് വെള്ളപ്പന്നി നീ പാടി പാമ്പി പന്നിയുടെ കഥ നന്ദി ഇതായിരുന്നു എൻ്റെ ക്യാമറമാൻ. എൻ്റെ ക്യാമറമാൻ. അതെ, എന്താ വല്ലപ്പോഴും മാത്രമേ ഈ ക്യാമറമാനെ കിട്ടാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു പറ്റി ഗൈസ്. പക്ഷെ സാരമില്ല, ഞാൻ പൂർവാധിക ശക്തിയോടെ ഉടനെ തിരിച്ചു വരും. ഓക്കെ, നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ രാത്രിയിലുള്ള പരിപാടി കഴിഞ്ഞു. പാത്രം കഴുകാൻ, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ പാത്രം കഴുകാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിയും. അപ്പോൾ ഏകദേശം അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ രാത്രി വൈകുന്നേരം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ. ഓക്കെ, അപ്പം നമ്മൾ ചോറ് കഴിക്കാൻ എടുത്തു. ചോറിൽ ഇത് കണ്ടില്ലേ, ചോറ്, ചിക്കൻ ഫ്രൈ, എബത്തോരൻ, ഊർക്കം മെഴുക്ക് വരട്ടി. ഊർക്കം ഞാൻ അങ്ങനെ കഴിക്കാറില്ല, ബഡ്സ്ക്രീൻ ഞാൻ ഇച്ചിരി എടുത്തതാണ്. ഇത് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മറ്റുള്ളവരുടെ പാത്രത്തിലേക്ക് പോകണ്ട. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ തിന്നിട്ട് വരാം. എല്ലാവരും പോയി ചോറ് ഞാൻ നോക്കും. ബൈ.